മുണ്ടക്കെ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുള്ള ഫണ്ടിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിനെതിരെ ഡിവൈഎഫ്ഐ സമരം. യൂത്ത് കോൺഗ്രസിനെ സഹായിക്കാൻ ഭിക്ഷയാചിക്കൽ സമരമാണ് ഡിവൈഎഫ്ഐ നടത്തുന്നത്. ഭിക്ഷയായി കിട്ടുന്ന തുക യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് മണി ഓർഡറായി അയച്ചു നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു. ശ്രുതി തയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പുനരധിവാസവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഭവന നിർമ്മാണം ആ വിഷയം വലിയ വിവാദമായൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ ചില ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം കഴിഞ്ഞ ദിവസം ഇവിടെ ചേർന്നിരുന്നു. അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ പഠന ക്യാമ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന പ്രസിഡന്റിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർത്തുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ഈ 30 ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച 30 വീടിന് പണം പിരിച്ച് പുട്ടടിച്ച യൂത്ത് കോൺഗ്രസിന് വീട് വെച്ചു കൊടുക്കാൻ ഭിക്ഷ തെണ്ടുന്നു എന്നുള്ളതാണ് ഇവരുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ ഒരു സമരം കൽപ്പറ്റയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് ഡിവൈഎഫ്ഐ പോകുന്നത്? കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യുവജന സംഘടനയാണല്ലോ യൂത്ത് കോൺഗ്രസ്. അവരെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടെന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇത്തരമൊരു ഫണ്ട് പിരിവിലേക്ക് ഞങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ദുരന്ത ബാധിതർക്ക് 30 വീടുകൾ പണിതു നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് കേരളത്തിലുടനീളം വ്യാപകമായ ഫണ്ട് പിരിവിന് നേതൃത്വം കൊടുത്ത സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. കേരളത്തിലുടനീളം ഫണ്ട് പിരിച്ചിട്ട് അവർക്ക് ആകെ കിട്ടിയ തുക 88 ലക്ഷം രൂപയാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഈ കേരള സമൂഹത്തോട് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റികൾ ഇന്ന് വൈകുന്നേരത്തേക്ക് വിവിധ കമ്മിറ്റികൾ പിച്ചതണ്ടി ലഭിക്കുന്ന പൈസ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലേക്ക് മണി ഓർഡറായി ഞങ്ങൾ അയച്ചു നൽകും. ഞങ്ങൾക്കൊരൊറ്റ കാര്യമുള്ളൂ, ഈ പൈസ ഇടുന്ന ആൾ ഞങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് പിച്ചതണ്ടി കിട്ടുന്ന പൈസയാണ്, ഈ പൈസയിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, കൈയിട്ട് വാരരുത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പിച്ചച്ചട്ടിയിലെങ്കിലും കൈയിട്ട് വാരരുത്. ഈ കിട്ടുന്ന പൈസ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഞങ്ങൾ ഇതിനോടൊപ്പം വെക്കുകയാണ്. എന്തായാലും അങ്ങനെ ഒരു സമരം, ഒരു വേറിട്ട സമരം, അതാണ് ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത്, ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി മാത്രം 60 ലക്ഷത്തിലേറെ രൂപ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പിരിച്ചു നൽകി. ഇത് സംസ്ഥാന കമ്മിറ്റിയാണ് 30 വീടുകളുടെ പേരിൽ 80 ചില്ലുവാനം ലക്ഷം മാത്രം രൂപയാണ് അവർ പിരിച്ചെടുത്തത്. പക്ഷേ അതിനർത്ഥം അതിനകത്ത് കൃത്യമായ രീതിയിലുള്ള ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം, പരാതി, അതാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത്. ആളുകൾ ഇങ്ങനെ എത്തി പണം ഇടുന്നൊരു അവസ്ഥ കൂടി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇത് ഒരു പ്രതീകാത്മക പ്രതിഷേധം എന്നുള്ള നിലയിലാണ് ഡിവൈഎഫ്ഐ ഇതിനെ കാണുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.